പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇപ്പം കേൾക്കാം. ഓക്കെ, കേൾക്കുന്നുണ്ട്. ഓക്കെ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടട്ടെ. ഒരുമിച്ച് സർക്കസ് ചർച്ചിന്റെ പ്രവർത്തനങ്ങളിൽ, ശുശ്രൂഷകളിൽ, പ്രത്യേക ഈ രാത്രിയിൽ നടക്കുന്ന മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ എനിക്ക് വീണ്ടും ഒരു അവസരം കൂടെ നൽകി തന്ന ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. മുൻകാലങ്ങളിൽ പല സമയങ്ങളിൽ കർത്താവ് ഇതുപോലെ കൂട്ടായ്മ കർത്താവ് ഒരുക്കി തന്നു. ദൈവമക്കളോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും തിരുവെഴുത്തുകളിൽ നിന്ന് ദൈവിക ദൂതുകൾ പരിശുദ്ധാത്മാവിനാൽ നാം പ്രാപിക്കുന്നതിനും ഇതുപോലെയുള്ള മീറ്റിംഗ് മുഖാന്തരമായി തീർന്നല്ലോ. ഞാൻ വീണ്ടും കർത്താവിനെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. ഈ രാത്രിയിലെ ദൈവവചന ചിന്ത നമുക്ക് ഏവർക്കും ഒരു ആത്മീക പ്രചോദനവും സ്പിരിച്വലി നമുക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള എനർജിയും എംപവർമെന്റും കർത്താവ് നൽകി തരട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഇവിടെ രാത്രിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ചിന്തിക്കുമ്പോൾ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മളോട് ആഗ്രഹിക്കുന്ന, സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വളരെ പ്രതീക്ഷയുള്ള ഒരു ദൈവിക വേദഭാഗത്തെ കുറിച്ചാണ് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ വേദവചനം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 24. 20 ആണ്, 3:20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. യെസ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ മതി. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിൽ ദൈവവചന ചിന്തയ്ക്കായിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ വചനത്തിൽ 2 ദൂതുകളുണ്ട്. ഇതിനകത്തൊരു ഇവാഞ്ചലിസ്റ്റിക് മെസ്സേജ് ഉണ്ട്, അപ്പോൾ തന്നെ ഇതിനകത്തൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. ഇവാഞ്ചലിസ്റ്റിക് മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, നാം പുറത്തുള്ളവരോട്, നോൺ ബിലീവേഴ്സിനോട് സംസാരിക്കുമ്പോൾ നാം പറയും, കർത്താവിന്റെ ശബ്ദം കേട്ട് നിന്റെ ഹൃദയത്തിന്റെ വാതിൽ നാം തുറക്കുകയാണെങ്കിൽ കർത്താവുമായിട്ടുള്ളൊരു കൂട്ടായ്മ നിനക്കും ലഭ്യമാണ്. ഇതാണ് ഒരു ഇവാഞ്ചലിസ്റ്റിക് മെസ്സേജ്. എന്നാൽ ടോട്ടലി ഇത് മൊത്തത്തിൽ നാം ചിന്തിക്കുന്ന സമയത്ത് ഇതിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഈ വചനം സഭയോട് സംസാരിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിൽ അതിന്റെ ആത്മിക ദൂതുകൾ സംസാരിക്കപ്പെടുന്നത് കൂടുതലും സഭയോടാണ്. സഭയോടുള്ള ദൂത് അതൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ആണ്, അതൊരു ഡോക്ട്രിനൽ മെസ്സേജ് ആണ്, ഉപദേശപരവും പ്രവചനപരവുമായിട്ടുള്ള ഒരു സന്ദേശമാണ് വായിച്ചത്. ഈ വാക്യത്തിന്റെ അല്ലെങ്കിൽ പശ്ചാത്തലം എന്ന് ചിന്തിക്കുമ്പോൾ, മോഡേൺ ചർച്ച് അഥവാ ഇപ്പോഴത്തെ സഭ ലോകത്തിൽ ക്രിസ്തുവിൽ നിന്നകന്ന് ക്രിസ്തു പുറത്തും സഭ ലോകത്തിനകത്തും ആയിപ്പോയ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ക്രിസ്തു സഭയ്ക്ക് പുറത്തും സഭ ലോകത്തിനകത്തും അകപ്പെട്ടു പോയ ഒരു സാഹചര്യം. നിരവധി ശബ്ദങ്ങൾ, നിരവധി തിരക്കുകൾ, ഒത്തിരി ബിസിയായ ക്രിസ്തുവിന്റെ ആശ്വാസത്തിന്റെ ശബ്ദം, കർത്താവിന്റെ പ്രബോധനത്തിന്റെ ശബ്ദം, ഉപദേശത്തിന്റെ ശബ്ദം തിരിച്ചറിയാനാവാത്ത വിധത്തിൽ സഭ ലോകത്തിന്റെ ബഹളത്തിലേക്ക്, ആ ശബ്ദമുഖരിതമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് സഭ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രൊഫറ്റിക്കലായി, ഡോക്ട്രിനലായിട്ട് പരിശുദ്ധാത്മാവിനാൽ സഭയോട് ദൂത് വിളിച്ചു പറയുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടാൽ വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലവുമായി സാമ്യമുള്ള ഒരു ചെറിയ ചിന്ത ഞാൻ ആദ്യം പങ്കുവെച്ച് ദൈവം തന്ന ചിന്തകളിലേക്ക്, പരിശുദ്ധാത്മാവ് നൽകിയ ദൂതുകളിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലിയാനോ ഡാവിഞ്ചി എന്ന ലോകപ്രസിദ്ധ ചിത്രകാരന്റെ സമകാലികനായിട്ട് ജീവിച്ച
ഒരു ചിത്രകാരനാണ് റൊണാൾഡോസ് റോസ് എന്ന് പറയുന്ന ആൾ. ഈ റൊണാൾഡോസ് റോസ് എന്ന് പറയുന്ന മനുഷ്യൻ വരച്ച അദ്ദേഹത്തിന്റെ ഒരു ചിത്രമാണ് വളരെ പ്രശസ്തി നേടിയ ഒരു ചിത്രം. അടച്ചിട്ട ഒരു കതകിന്റെ പുറത്ത് നോക്ക് ചെയ്യുന്ന മുട്ടുന്ന യേശുവിന്റെ ചിത്രം. ഒരുപക്ഷെ നമ്മൾ പലരും അത് വീക്ഷിച്ചിട്ടുണ്ട്. അടച്ചിട്ട ഒരു വീടിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യേശു മുട്ടി വിളിക്കുന്ന ഒരു ചിത്രമാണ് റൊണാൾഡോസ് റോസ് വരച്ചത്. വളരെ പ്രശസ്തമായ ആ ചിത്രം കണ്ട ഒരു പെൺകുട്ടി ആ ചിത്രകാരനോട് ചോദിച്ചു, അങ്കിൾ, എന്താണ് ജീസസ് ഇങ്ങനെ വാതിൽ നിന്ന് മുട്ടിയിട്ടും ആ വീട്ടിലുള്ളവർ ആ വാതിൽ തുറക്കാത്തത്? ആ ചിത്രകാരൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മോളെ, ആ വീട്ടിലുള്ളവർ വളരെ തിരക്കിലാണ്, അവർ നിലവറകളിലാണ്, അവർ വളരെ ബിസിയാണ്. അതുകൊണ്ട് അകത്തെ ശബ്ദം കൊണ്ട് പുറത്ത് ഞാൻ മുട്ടുന്ന ശബ്ദം അവർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് എന്റെ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് അവർ തുറക്കുന്നില്ല. ഇതുപോലെ അത്രേ അനേക ഹൃദയങ്ങൾക്കകത്ത് കൊടുമ്പിരി കൊള്ളുന്ന നിരവധി ശബ്ദങ്ങൾ. നാളെക്കുറിച്ചുള്ള ആശങ്കയുടെ ശബ്ദം, ശരീരത്തെക്കുറിച്ചുള്ള ശബ്ദം, സാമ്പത്തികത്തെക്കുറിച്ചുള്ള ശബ്ദം, ജീവിതം എന്തായി തീരുമെന്നുള്ള ആവലാതിയുടെ ശബ്ദം മനസ്സിനെ തകർക്കും വിധത്തിൽ ബഹളം സൃഷ്ടിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും സൗഖ്യമാക്കാൻ കഴിയുന്ന, നമ്മെയും നമ്മുടെ കുടുംബത്തെയും ശക്തീകരിക്കാൻ കഴിയുന്ന, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുന്ന അതുല്യമായ ഒരു അത്ഭുത ശബ്ദം പുറത്തു നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാൽ അത് തിരിച്ചറിഞ്ഞാൽ, ഈ വാതിൽ തുറന്നാൽ അത്ഭുതം നിന്റെ വീടിനകത്തേക്ക് കയറി വരും, അത്ഭുതം നിന്റെ ശരീരത്തിനകത്തേക്ക് കയറി വരും, അത്ഭുതം നിന്റെ കുടുംബത്തിനകത്തേക്ക് കയറി വരും. നിന്റെ ഭവനത്തിന്റെ സാഹചര്യം ഒരു അത്ഭുതമായി മാറും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഒരുപാട് ബഹളങ്ങളുടെ നടുവിലാണ് ജീവിക്കുന്നത്. കൂട്ടുകാർ പറയുന്ന ശബ്ദങ്ങൾ കേട്ട്, കമ്പനിയുടെ മാനേജർ പറയുന്ന ശബ്ദം കേട്ട്, സഹപ്രവർത്തകർ പറയുന്ന ശബ്ദം കേട്ട്, ഭർത്താവിന്റെ ശബ്ദം, ഭാര്യയുടെ ശബ്ദം, മക്കളുടെ ശബ്ദം, സഭകൾക്കകത്തുള്ള മറ്റുള്ള ആളുകളുടെ ശബ്ദം, അങ്ങനെ നിരവധി ശബ്ദങ്ങളുടെ അകത്ത് നമ്മളെ തിരിച്ചറിയാതെ പോകുന്ന ഒരു മനോഹരമായ ശബ്ദമുണ്ട്. അത് നമ്മുടെ കർത്താവിന്റെ ശബ്ദമാണ്. ഇന്ന് രാത്രി സഭ ആ ശബ്ദത്തിലേക്ക് തിരിച്ചു വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് ഈ ശബ്ദം തിരിച്ചറിയാനാവാത്ത വിധത്തിൽ, നമ്മൾ ഈ ശബ്ദം കേൾക്കാനാവാത്ത വിധത്തിലായിപ്പോയെന്ന് ചോദിച്ചാൽ, സഭ ഇപ്പോൾ ലോകത്തിനകത്തേക്ക് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ലോകത്തിനകത്തേക്ക് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഈ ലോകത്തിനകത്ത് നിന്ന് നമുക്കൊരു പുറത്തുവരൽ ആവശ്യമായിരിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നു, ലോകത്തിന്റെ ശബ്ദ ബഹളങ്ങൾക്കകത്തേക്ക് ഇറങ്ങിപ്പോയ നമ്മോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നമുക്കൊരു പുറത്തുവരവ് ആവശ്യമാണ്. നമ്മളെ കർത്താവ് പുറത്തു വരാൻ പോകുകയാണ്. അതെ, എന്നെ നിങ്ങളെ ട്രാപ്പ് ചെയ്തിരിക്കുന്ന, എന്നെ നിങ്ങളെ ഡിസീവ് ചെയ്തിരിക്കുന്ന, എന്നെ നിങ്ങളെ ചതിച്ചിരിക്കുന്ന ലോക സ്വാധീനങ്ങളുടെ ബഹളങ്ങൾക്കകത്ത് നിന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ഈ രാത്രി പുറത്തു വരാൻ ആഗ്രഹിക്കുന്നവർ ശബ്ദമുയർത്തി നിങ്ങളുടെ വിടുതൽ നിങ്ങൾ സ്വയം ഡിക്ലെയർ ചെയ്യുക. അതെ, ഞാൻ പുറത്തു വരും. ഹല്ലേലൂയ. ദലീലയെ സ്തോത്രം പുറത്തു കൊണ്ടുവന്നതുപോലെ, യേശു അതെ വിളിച്ചപ്പോൾ ലാസർ പുറത്തു വന്നതുപോലെ, ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവം എന്റെ സാഹചര്യങ്ങളിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ്. ഹല്ലേലൂയ. ഒരിക്കലും എന്നെ അടച്ചു പൂട്ടി ഒതുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. മരണത്തെ പോലും തോൽപ്പിച്ച് റോമൻ ഇമ്പീരിയൽ മുദ്രകളെ ഭേദിച്ച് യേശു പുറത്തു വന്നതുപോലെ ഇന്ന് നമ്മൾ പുറത്തു വരും. ഹല്ലേലൂയ. എന്നെ നിങ്ങളെയും അലട്ടുന്ന ആൻസൈറ്റീസ്, ഹല്ലേലൂയ, രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിയിട്ട് നമ്മൾ പുറത്തു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരിക്കലും പുറത്തു വരില്ലെന്ന് വാദിക്കുന്ന ലൗകിക ശക്തികളുടെ നടുവിൽ നിന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ മൃദു സ്വരം, ദൈവത്തിന്റെ ആ വിടുതലിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ചലഞ്ചസ് ആയിട്ട് നിൽക്കുകയാണ്. ഈ വാതിൽ തുറക്കേണ്ടതിന്റെയും ഈ ശബ്ദം കേൾക്കേണ്ടതിന്റെയും നടുവിൽ രണ്ട് കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചലഞ്ചസ് ആയിട്ട് നിൽക്കുകയാണ്, വെല്ലുവിളിയായി നിൽക്കുകയാണ്. ഒന്നാമത്തെ വെല്ലുവിളി, വി മസ്റ്റ് ബി കം ഔട്ട്, നമ്മൾ ഉറപ്പായും പുറത്തു വരണം. രണ്ടാമത്തെ വെല്ലുവിളി, വി മസ്റ്റ് ബി എൻറ്റർ ദ ആർക്ക്, എൻറ്റർ ദ ഗോഡ്സ് പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതികൾക്കകത്തേക്ക് നമ്മൾ കയറണം. ഒന്നിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ഒന്ന്, പുറത്തു വരണം. രണ്ട്, അകത്ത് കയറണം. സ്തോത്രം, ഹല്ലേലൂയ.
നോക്കാം തിരുവെഴുത്തുകളിൽ നിന്ന് എവിടെ നിന്നാണ് നമ്മൾ പുറത്തു വരേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അകത്ത് കയറേണ്ടത്. ഇന്ന് രാത്രി ഞാനിവിടെ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ദൈവജനം എന്നോടൊപ്പം ആ തിരുവെഴുത്തുകൾ ചിന്തിക്കുവാൻ എന്നോടൊപ്പം സഞ്ചരിച്ച് ആ ചിന്തകൾ ഉൾക്കൊള്ളുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ നിന്നാണ് പുറത്തു വരേണ്ടത്? നമ്മൾ പുറത്തു വരേണ്ടത് കം ഔട്ട് ഫ്രം ഹെർ അഥവാ കം ഔട്ട് ഓഫ് ഹെർ എന്ന് പറയുന്ന ഒരു തിരുവെഴുത്തിന്റെ ശബ്ദം ബുക്ക് ഓഫ് റെവലേഷൻ, അത് വെളിപ്പാട് പുസ്തകം 18:4 കാണുന്നു. അവളെ വിട്ട് പോരുവിൻ. 18:4 ഇങ്ങനെ വായിക്കുന്നു: എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിക്കുവാൻ അവളെ വിട്ട് പോരുവിൻ. ഇന്ന് ദൈവം നമ്മുടെ മേൽ ഒരാഴമേറിയ വിടുതൽ, ദൈവം നമ്മുടെ മേൽ ഒരാഴമേറിയ മാറ്റം സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളോടുള്ള ദൈവത്തിന്റെ ശബ്ദത്തിന്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു ചലഞ്ചസ്, വി മസ്റ്റ് ബി കം ഔട്ട് ഫ്രം ഹെർ. അവളിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ആരാണ് അവൾ? ലോകത്തെ മുഴുവനും പാപത്താൽ ചതിച്ച, ലോകത്തെ മുഴുവനും അനാചാരങ്ങളാൽ വഷളാക്കിയ, ലോകത്തെ മുഴുവനും ശൂന്യമായ സംസ്കാരങ്ങളാൽ ബാധിച്ച് പാപമായും ബാധയായും ലോകത്തിൽ ജനഹൃദയങ്ങളെ ബന്ധിച്ചു കളഞ്ഞ ബാബിലോണിയൻ ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ഒരു മതത്തിനകത്ത് എന്താണ് ബാബിലോണിയൻ ബന്ധനം എന്ന് ചോദിച്ചാൽ, ഒരു മതത്തെ, ഒരു സംസ്കാരത്തെ കേവലം ലൗകികതയ്ക്കകത്ത് തളച്ചിട്ടിരിക്കുന്ന സാത്താന്യ ബന്ധനമത്രേ അതെ ബാബിലോണിയൻ ബന്ധനം എന്ന് പറയുന്നത്. അത് മതപരമായി, അത് രാഷ്ട്രീയപരമായി, അത് സാഹിത്യപരമായി നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവിക മാർഗത്തിനപ്പുറം, ദൈവിക ചിന്തകൾക്കപ്പുറം, ദൈവത്തിന്റെ ആലോചനയ്ക്കപ്പുറം നമ്മെ അലട്ടുന്ന മതപരമായ സ്വാധീനം, നമ്മളെ അലട്ടുന്ന രാഷ്ട്രീയപരമായ സ്വാധീനം, നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന സാഹിത്യപരമായ സ്വാധീനം, ഒന്നുമല്ലെങ്കിൽ ശാസ്ത്രപരമായ സ്വാധീനം, ഇതിൽ നിന്നും പുറത്തു വന്ന് ഇതിനേക്കാൾ മികച്ചതാണ് എന്റെ യേശുവിന്റെ സാന്നിധ്യം എന്ന് പറയുവാൻ, ഇതിനേക്കാൾ വിലപ്പെട്ടതാണ് മതത്തെക്കാളും രാഷ്ട്രീയത്തെക്കാളും സാഹിത്യത്തെക്കാളും ശാസ്ത്രത്തെക്കാളും വിലയുള്ള ഒന്ന് എന്റെ കരങ്ങളിൽ ഇരിക്കുകയാണ്. അത് ആകാശം അല്ലെങ്കിൽ മാറിയാലും ഭൂമി മാറിപ്പോയാലും മാറാത്ത തിരുവെഴുത്താണെന്ന് തിരിച്ചറിയുവാൻ ഈ രാത്രി നാം ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ബാബിലോണിയൻ ബന്ധനം? ബാബിലോണിയൻ ബന്ധനത്തെ കുറിച്ച് നമ്മൾ തിരുവെഴുത്തുകളിൽ ചിന്തിക്കുമ്പോൾ അതെ ദൈവികമായ പദ്ധതികളിലേക്ക് നമ്മളെ തിരിച്ചുവിടാത്ത മതപരമായ ചടങ്ങുകൾ. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവിക പദ്ധതിയിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ മതപരമായ ഒരു ചടങ്ങ് വരും. ആ ചടങ്ങിന്റെ പുറകെ അല്ലെങ്കിൽ ലോകം നമ്മളെ സ്വാധീനിക്കും. ദൈവിക പദ്ധതികളിലേക്ക് തിരിയുമ്പോൾ രാഷ്ട്രീയപരമായ ചില സ്വാധീനങ്ങൾ വരും. സാഹിത്യപരമായ ചില ചിന്തകൾ, തത്വജ്ഞാനം കൊണ്ട്, വെറും വഞ്ചന കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുതെന്ന് പൗലോസ് എഴുതിയിരിക്കുന്നത് പോലെയുള്ള ചില സ്വാധീനങ്ങൾ വരും. അവിടെ നമ്മൾ പുറത്തു വരണം. പിന്നെ എന്താണ്? അതെ ബാബിലോണിയൻ പാപം എന്ന് പറയുന്നത് ടെക്നോളജി പരമായിട്ട്, ശാസ്ത്രീയപരമായിട്ട് നമ്മളെ അലട്ടുന്ന സ്വാധീനമാണ്. അതെ ബൈബിൾ വായിക്കുന്നതിനേക്കാൾ നല്ലത് മൊബൈൽ ഫോണിൽ സമയം ചിലവഴിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത് ലൗകികമായിട്ടുള്ള ഏതെങ്കിലും ഒരു മൂവിക്കകത്ത് സമയം ചിലവഴിക്കുന്നതാണ്. അങ്ങനെ ടെക്നോളജികൾ കൊണ്ട് വികസിപ്പിച്ചെടുത്ത എല്ലാ ട്രാപ്പുകൾക്കകത്തു നിന്നും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ പുറത്തു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നോക്കൂ, സംസ്കാരപരമായി, സമ്പദ് വ്യവസ്ഥാപരമായി, സാമൂഹ്യ ഘടനയുടെ പരമായി, മതവിശ്വാസ സംബന്ധമായിട്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ചതിക്കെണികളുമാണ് പാപമായിട്ട് ഈ ബാബിലോണിയൻ സംസ്കാരം, ഈ ബാബിലോണിയൻ ശക്തി നമ്മളിൽ കുത്തിവെച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത് മുഴുവൻ സംസാരിക്കാൻ ഇന്ന് രാത്രി അല്ല, ഈ സമയത്ത് പരിമിതിയുള്ളതിനാൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നോക്കൂ പ്രിയപ്പെട്ടവരെ, ബാബിലോണിയൻ സംസ്കാരത്തിലൂടെ ലോകത്തെ വഷളാക്കി കളഞ്ഞ അതേ അശുദ്ധാത്മാവായിട്ടുള്ള, ദുരാത്മാവായിട്ടുള്ള സാത്താന്റെ പദ്ധതികളിൽ പെട്ടുപോയിട്ടുള്ള പ്രധാനപ്പെട്ട അതേ പാപത്തിന്റെ ചതിക്കണികൾ എന്തൊക്കെയാണ്? ഫോർണിക്കേഷൻസ്, ദുർനടപ്പ് എന്ന് പറയുന്നതാണ്. ദുർനടപ്പ് എന്താണെന്ന് വെച്ചാൽ ദൈവം വെച്ചിരിക്കുന്ന ഓർഡറിൽ നിന്ന്, ദൈവത്തിന്റെ പരമമായിട്ടുള്ള പദ്ധതിയിൽ നിന്ന് നാം സ്വയം വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നത് ഒരു ദുർനടപ്പാണ്. അപ്പോൾ തന്നെ ഫോർണിക്കേഷൻ പരസംഗമാണ്. ഏക സത്യ ദൈവത്തെ അല്ലാതെ മറ്റു അതേ ദൈവങ്ങളിലേക്ക്, മറ്റ് മധ്യസ്ഥന്മാരിലേക്ക്, മറ്റു ശക്തികളിലേക്ക് ശ്രദ്ധ ചെലുത്തി
അവരിലൂടെ താൽക്കാലികമായ സാഹചര്യങ്ങൾക്ക് വേണ്ടി ജീവിതം ചെലവഴിക്കുന്ന ഒരു ജീവിത അല്ലെങ്കിൽ ശൈലിയാണ് പരസംഗം എന്ന ഫോർണിക്കേഷൻസ് നമ്മളോട് അത് ബോധ്യപ്പെടുത്തി തരുന്നത്. രണ്ടാമത്തെ പാപം അൺഹോളിയാണ്. അൺഹോളി, അശുദ്ധിയാണ്. അശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മളുടെ ശാരീരികമായ അശുദ്ധിയെ കുറിച്ചല്ല പറയുന്നത്, ആന്തരികമായ അശുദ്ധി. പ്രധാനമായിട്ടുള്ള അശുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ, അതേ പ്രിയപ്പെട്ടവരെ, അശുദ്ധിയിൽ നമ്മൾ കാണുന്നത് അത് നമ്മൾ പവിത്രമായി തീരരുതെന്ന് അതേ സാത്താൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 11:2 വായിക്കുന്നത് പോലെ ക്രിസ്തുവിനോടുള്ള നമ്മുടെ നിർമ്മലതയും നമ്മുടെ ഏകാഗ്രതയും നഷ്ടപ്പെടുത്തി കളയുക. അൺഹോളിയിലേക്ക് നമ്മളെ തിരിച്ചുവിടുന്ന സൈറ്റാനിക് അല്ലെങ്കിൽ ട്രാപ്പാണ്. അതെ, നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ സേക്രഡ് ആയി മാറരുത് എന്നുള്ള ഒരു സ്വാധീനം. നമ്മൾ പവിത്രമായി തീരരുത്. 2, വിക്കഡ്നെസ് അഥവാ സിൻഫുൾ ആയ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകണം. ദുഷ്ടതയും വഞ്ചനയും ചതിയും പാപ ചിന്തകളും മോഹങ്ങളുമായിട്ട് നമ്മുടെ ജീവിതം ഉഴലണമെന്ന് സാത്താൻ ആഗ്രഹിക്കുകയാണ്. അൺഹോളിക്കകത്തുള്ള അല്ലെങ്കിൽ അടുത്തൊരു ചിന്ത എന്ന് പറയുന്നത് അപ്രിയമായി തീരുക. നമ്മൾ പ്രിയപ്പെടേണ്ട ദൈവിക ചിന്തകൾക്ക് അതിൽ നിന്ന് നമ്മളെ വഴിതെറ്റിച്ചിട്ട് പ്രിയമല്ലാത്ത ലോക കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ബാഡ് ആൻഡ് അൺപ്ലീസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും മോശമായതിലേക്ക്, ദൈവം പ്രസാദിക്കാത്ത, ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അൺഹോളിയുടെ മറ്റൊരു പദ്ധതി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ലോകത്തെ വഷളാക്കിയ അല്ലെങ്കിൽ ബാബിലോണിയൻ സംസ്കാരത്തിലൂടെ ദൈവസഭയെ പോലും അല്ലെങ്കിൽ ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന സൈറ്റാനിക് ട്രാപ്പിന്റെ മൂന്നാമത്തെ ഒരു ചതി എന്ന് പറയുന്നത് ഹോട്ടിനെസ് ആണ്. എന്താണ് ഹോട്ടിനെസ്? അഹങ്കാരം, ഡംഭം, ഞാൻ എന്ന ഭാവം, എനിക്കെല്ലാം കഴിയുമെന്നുള്ള ഈഗോ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ വെട്ടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല, ഐ ആം ബിഗ് ഹീറോ എന്ന് ഇന്ന് പകൽ സമർപ്പിച്ചാൽ യേശു നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നോക്കൂ പ്രിയപ്പെട്ടവരെ, എത്രയോ എത്രയോ വിശുദ്ധന്മാരെ ദൈവം അങ്ങനെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവം പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ലോകത്തിന്റെ ചതികളെ കുറിച്ച്, ആ ചതിയിൽ നിന്നും രക്ഷപ്പെട്ട വിശുദ്ധന്മാരെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് ജോസഫാണ്. Those who come out. ആരൊക്കെയാണ് പുറത്തു വന്നവർ? ഒന്ന് ജോസഫിനെ ദൈവം ചതികളുടെ പോത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു. നോഹയെ ദൈവം ഡിസൊബീഡിയന്റ് ആയിട്ടുള്ള ഒരു ജനതയുടെ നടുവിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഇന്ന് രാത്രി കർത്താവ് ആഗ്രഹിക്കുന്നു, നമ്മൾ അനുസരണം കെട്ട ജനങ്ങളുടെ നടുവിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. നമ്മളെ അനുസരിപ്പിക്കാൻ സമ്മതിക്കാത്ത ഒരുപാട് ജനങ്ങളുടെ വലയം നമ്മുടെ ഭവനത്തിനകത്തും നമ്മുടെ ജോലിക്കിടയിലും നമ്മുടെ സമൂഹത്തിനകത്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നടുവിൽ നിന്ന് നമ്മൾ നോഹയെ പോലെ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് നമ്മൾ പുറത്തു വരണം. ലോത്തിനെ കുറിച്ച് വേദപുസ്തകം എഴുതിയിരിക്കുന്നു. ലോത്ത് came out from sinful peoples, അഥവാ സോദോം ഗൊമോറ. അടുത്ത വാക്യം മോസസ് ആണ്. മോസസ് came out from ഫറവോസ് ഡോക്ടേഴ്സ് അഡ്രസ്. ലോകം നൽകുന്ന സുഖ സൗകര്യങ്ങളുടെ അഡ്രസ്സിൽ നിന്ന് മോസസ് പുറത്തു വന്നിരിക്കുകയാണ്. ഡാനിയൽ come out from റോയൽ ലൈഫ് സ്റ്റൈല്, രാജകീയമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ദാനിയേലിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. അപ്പോസ്തലൻ പോൾ came out from റോമൻ പവർ, റോമൻ ഇമ്പീരിയൽ മുദ്രയും അതിന്റെ പൗരത്വവും അതിന്റെ അധികാരങ്ങളുമുള്ള ഒരു ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ മഹിമയേറിയ നിന്ദകളിലേക്കും കഷ്ടാനുഭവങ്ങളിലേക്കും പൗലോസിനെ പുറത്തു കൊണ്ടുവന്ന അത്ഭുതങ്ങളുടെ ശക്തിയാണ് ഇന്ന് പകലിലും നമ്മളിൽ വ്യാപരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സെക്കാവൂസ് പുറത്തു വന്നതായിട്ട് വേദപുസ്തകം പറയുന്നു. സെക്കാവൂസ് പുറത്തു വന്നു. സെക്കാവൂസ് കം ഔട്ട് ഫ്രം മണി മൈൻഡഡ് ലൈഫ്. നമുക്ക് സാമ്പത്തികം ആവശ്യമാണ്, പക്ഷെ സമ്പത്ത് കൊണ്ടെല്ലാം നടക്കുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് നമുക്കൊരു പുറത്തു വരവ് ആവശ്യമായിരിക്കുകയാണ്. സ്വതന്ത്രം. ബൈബിൾ പറയുന്നു, ജോസഫ് അരിമത്തിയ came out from political influence. ജോസഫ് അരിമത്തിയ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ സ്വാധീനത്തിൽ നിന്ന് പുറത്തു വന്ന് തന്റെ കല്ലറ യേശുവിന് നൽകിയതായിട്ട് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. ഒടുവിലായി പറയുന്നു കൊർന്നല്യോസ് came out from മിലിറ്ററി സ്റ്റാറ്റസ് അഥവാ സോഷ്യൽ സ്റ്റാറ്റസ്. ഈ സമൂഹം നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് സ്വാധീനങ്ങൾ, ഒരുപാട് സ്റ്റാറ്റസ് കാണുമായിരിക്കും. ഇന്ന് പകൽ പറയണം, അല്ല, എന്റെ സ്റ്റാറ്റസ് സോഷ്യൽ സ്റ്റാറ്റസ് അല്ല, എന്റെ സ്റ്റാറ്റസും സ്റ്റാൻഡേർഡും
ക്രിസ്ത്യൻ സ്റ്റാറ്റസ് ആണ്. അത് ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്താണ് ഇരിക്കുന്നത്. എന്റെ വിജയം സാമൂഹികപരമല്ല, എന്റെ വിജയം രാഷ്ട്രീയപരമല്ല, എന്റെ ജീവിതം അതേ വിജയം ജോലിപരമല്ല, എന്റെ വിജയം മരണത്തെ ഭേദിച്ച് കല്ലറകളെ ഭേദിച്ചുയർത്തെഴുന്നേറ്റ നസ്രായനായ യേശുവിന്റെ ഹല്ലേലൂയ അടിസ്ഥാനത്തിലുള്ള വിജയമാണ്. അതെന്റെ കുടുംബത്തിന്, അതെന്റെ കുഞ്ഞുങ്ങൾക്ക്, അതെന്റെ ഭവനത്തിന്, ഞാൻ പാർക്കുന്ന പട്ടണത്തിന്, എന്റെ ഭവനത്തിന്, അന്തരീക്ഷങ്ങൾക്ക്, എന്നെ വെല്ലുവിളിക്കുന്ന സാധാന്യ പദ്ധതികളുടെ മേൽ യേശു ജയം നൽകുന്ന അടിസ്ഥാനപരമായ കാര്യമാണ്. സ്തോത്രം. വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ കൂട്ടിച്ചേർക്കുന്നു. God wants us to obey like Noah. നോഹയെ പോലെ നാം അനുസരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. God wants us to accept the challenges like Joseph. ജോസഫിനെ പോലെ വെല്ലുവിളികൾ നേരിടുന്നവരായിരിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. God wants us to practice the separation like Daniel. ഡാനിയേലിനെ പോലെ വേർപാട് നമ്മൾ അനുഷ്ഠിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants us to go out like Abraham. അബ്രഹാമിനെ പോലെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പാരമ്പര്യം വിട്ട് പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. God wants us to not to look back like Lot. ലോത്തിനെ പോലെ പിന്തിരിഞ്ഞു നോക്കാത്ത, വിട്ടു പോന്നതിനെ വിലമതിക്കാത്തവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എത്രയോ ദൈവദാസന്മാർ, എത്രയോ ദൈവമക്കൾ അവരുടെ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസില് ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ പുറകോട്ട് നോക്കാൻ ശ്രമിക്കാൻ ചിന്തിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവർ മുന്നോട്ട് തന്നെ നോക്കി, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനെ നോക്കിക്കൊണ്ട് ആ ഓട്ടം തികച്ചു. പിന്നിലുള്ളതിനെ മറന്നുകൊണ്ട്, മുന്നിലുള്ളതിനെ ലാക്കാക്കിക്കൊണ്ട് ഓടി ഓട്ടം തികച്ചവരും ഓടിക്കൊണ്ടിരിക്കുന്നവരുമായ അതിശക്തന്മാരുടെ നടുവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവാത്മ പറയുന്നു, പിന്നിലുള്ളതിനെ നീ വിലമതിക്കണ്ട, നിന്റെ മുന്നിൽ അതിമഹത്തായ ഒരു മഹിമ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്, അതിനെ മാത്രം ലക്ഷ്യമാക്കുക. God wants us to give up, deny everything like Paul. പൗലോസിനെ പോലെ സകലതും ചപ്പും ചവറും എണ്ണി മുന്നോട്ടോടുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. God wants us to suffer like Moses. മോശയെ പോലെ കഷ്ടം സഹിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ ചലഞ്ചസ് നമ്മളൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട്, ഈ കാര്യങ്ങൾ വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പുറത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് അകത്ത് കയറേണ്ടത്? അതുകൂടെ നമ്മൾ ചിന്തിച്ച് ഈ സന്ദേശം ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാനായിട്ട് ദൈവത്തിൽ ആഗ്രഹിക്കുകയാണ്. How to enter the ark. എങ്ങനെയാണ് പെട്ടകത്തിൽ കടക്കേണ്ടത്? Praise the Lord. 1 Peter 3:20. 3:20 പറയുന്നു, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളോട് പറയുന്ന അതിമഹത്തായ ഒരു ദൂത്, enter the ark, enter the church, enter the spirituality, enter the God's plan. Hallelujah. നമ്മളോട് ദൈവം പറയുന്നു, ദൈവിക പദ്ധതികൾക്കകത്തേക്ക് കടക്കുക, ദൈവത്തിന്റെ പെട്ടകത്തിലേക്ക് കടക്കുക, ദൈവത്തിന്റെ സഭയ്ക്കകത്തേക്ക് കടക്കുക, ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും തിരിച്ചറിയുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. വാട്ട് ഈസ് ദ സ്പിരിച്വൽ മീനിങ് ഓഫ് ആർക്ക്? പെട്ടകം എന്നതിന്റെ ആത്മിക അർത്ഥം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? നോഹാസ് ആർക്ക് ഈസ് ഗോഡ്സ് പ്ലാൻ ഓഫ് സാൽവേഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ്. മനുഷ്യവർഗത്തിനു വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാ പദ്ധതിയാണ് ഈ ആർക്ക് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ പ്ലാൻ ബിലോങ്സ് ടു God, belongs of God. ഈ പദ്ധതി ദൈവത്തിൻ്റെതാണ്. But it is we must do. നമ്മളാണ് ഇത് ചെയ്യേണ്ടതും ഇത് ബിൽഡ് ചെയ്യേണ്ടത്. Praise the Lord. Hallelujah. It must be done in the measure and manner ordained by God. ദൈവം കൽപ്പിച്ചതും ദൈവം നിർദ്ദേശിച്ചതുമായിട്ടുള്ള പ്ലാനും കണക്കും അനുസരിച്ച് വേണം ഈ പെട്ടകത്തിൽ കടക്കുവാനും ഈ പെട്ടകം നിർമ്മിക്കുവാനും. Praise the Lord. അടുത്തൊരു ചിന്ത. Praise the Lord. For that requires our hard work and effort to enter the ark. ഈ പെട്ടകത്തിൽ കയറുന്നതിന് നമ്മുടെ അധ്വാനവും നമ്മുടെ അതേ പ്രയത്നവും നിർബന്ധമാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Enter the ark അഥവാ ദൈവിക പദ്ധതികളിലേക്ക് പ്രവേശിക്കുക, ദൈവസഭയ്ക്കകത്തേക്ക് പ്രവേശിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവസഭ കോൺഗ്രിഗേഷൻ അല്ല, ദൈവസഭ ഏതെങ്കിലും ഒരു സംഘടനയല്ല, ദൈവസഭ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ അണ്ടറിൽ അതേ രജിസ്റ്റർ ചെയ്തിട്ടുള്ള
ഒരു രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുള്ള ഒരു വലിയ സാമൂഹിക സംഘടന അല്ല. മറിച്ച് എന്നെ പോലെ നിങ്ങളെ പോലെ പല രാജ്യങ്ങളുടെ പല ഭാഗത്ത് ചിതറിക്കിടക്കുകയും എന്നാൽ ക്രിസ്തുവിൽ ഒന്നായി നിൽക്കുകയും ആർക്കും അനാഥരാക്കാൻ കഴിയാതിരിക്കുകയും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുകയും ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് മരണത്തെ പോലും അതെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനപ്പുറം ഓടാൻ കരുത്തു പ്രാപിച്ച ഒരു കൂട്ടം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പടക്കുതിരയെ പോലെയുള്ള തീഗോളങ്ങളെ പോലെയുള്ള അതിശക്തരായിട്ടുള്ള അവന്റെ അനുയായികളത്രേ ദൈവസഭ എന്ന് പറയുന്നത്. ആ ദൈവസഭയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ പെട്ടകത്തിൽ കടക്കണമെങ്കിൽ 4 ഇൻസ്ട്രക്ഷൻസ് വി മസ്റ്റ് ബി ഡു. 4 അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ്, 4 കാര്യങ്ങൾ ഈ പെട്ടകത്തിൽ കടക്കുവാനായിട്ട് നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തത് ഈ സെപ്പറേഷൻ. എന്താണ്? വേർപാട് പാലിക്കുക. വേർപാട്. ലോകവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് പരിമിതികളുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു വേർപാട് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 18:4 പറയുന്നത് പോലെ നമ്മൾ പുറത്തു വരണം. 2 കൊരിന്ത്യർ ലേഖനം 6:14 മുതൽ വായിക്കുന്നത് പോലെ അത് ഈ ലോകത്തോട് നമ്മുടെ കൂട്ടായ്മയ്ക്ക് പരിമിതിയുണ്ട്. ദൈവത്തിന്റെ ജനത്തിന് അവിശ്വാസികളോട് എന്ത് കൂട്ടായ്മ? പ്രൈസ് ദി ലോർഡ്. വിശ്വാസികൾക്ക് അവിശ്വാസികളോട് ഇണയല്ല, പിണ കൂടാൻ പാടില്ല എന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട്. നമുക്ക് വേർപാട് സൂക്ഷിക്കേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. രണ്ടാമത്തത്, ഈ പെട്ടകത്തിൽ കയറണമെങ്കിൽ buy what you need. നമുക്ക് ആവശ്യമുള്ളത് വിലയ്ക്ക് വാങ്ങണം. എന്താണ് വിലയ്ക്ക് വാങ്ങേണ്ടത്? ബുക്ക് ഓഫ് റെവലേഷൻ 3:18 പറയുന്നു, നമ്മളെ ഹല്ലേലൂയ ആ പെട്ടകത്തിൽ സഭയ്ക്കകത്ത് കടന്ന് സമ്പന്നരാകുവാൻ വിലയ്ക്ക് വാങ്ങേണ്ടതിനെ കുറിച്ച് 18-ാം അധ്യായത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. തീയിൽ ഊതിക്കഴിച്ച പൊന്നെന്താണ്? ദൈവത്തിന്റെ വചനമാണ്. തീയിൽ ഊതിക്കഴിച്ച പൊന്ന് ദൈവത്തിന്റെ വചനമാണെന്ന് സദൃശവാക്യം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പറയുന്നു, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കേണ്ടതിന് ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ്. നഗ്നത എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അല്പത്തരം, നമ്മുടെ അല്ലെങ്കിൽ എന്താ പറയാ അരിഷ്ടത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ മാത്രം മനസ്സ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആദാമിനെ പോലെ ഹവ്വയെ പോലെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ വെളിപ്പെട്ട നഗ്നതയാണ് ഈ നഗ്നത. ഈ നഗ്നത ദൈവത്തിന്റെ ഗ്ലോറി നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. നമ്മൾ ഈ ലോകത്തിൽ താൽക്കാലികമായി ജീവിക്കേണ്ടവരല്ല, ഇതിനപ്പുറം നിലനിൽക്കുന്ന ഒരു പട്ടണത്തിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, കനാനിന്റെ സൗകര്യമല്ല, പാലും തേനും ഒഴുകുന്ന താൽക്കാലിക സുഖങ്ങളല്ല, അതിനപ്പുറം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു നഗരത്തിന് വേണ്ടി ഞാൻ ഓടുകയാണ്. സ്തോത്രം. സന്തോഷമുള്ള പ്രത്യാശയുള്ള ദൈവമക്കൾ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നഗ്നതയുടെ ലജ്ജ വെളിപ്പെടാതിരിക്കേണ്ടതിന് നീ എന്നോട് വെള്ളയുടുപ്പ് വിലയ്ക്ക് മേടിക്കണം. പിന്നെ പറയുന്നു, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപം. കാഴ്ചപ്പാടിന് ആവശ്യമായിട്ടുള്ള വിഷൻ ദൈവത്തോട് മേടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിഷൻ ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. വിഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്ന ദൈവികമായ ദർശനമാണ്. കർത്താവേ, എന്തിന് നീ എന്നെ വിളിച്ചു? എന്തിന് നീ എന്നെ തെരഞ്ഞെടുത്തു? എന്തിന് ഈ പട്ടണത്തിൽ എന്നെ ആക്കി വെച്ചിരിക്കുന്നു? ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ട്രഗിൾസ് എന്തുകൊണ്ട്? ഹല്ലേലൂയ. ഇതൊരു സ്തോത്രം. ഹല്ലേലൂയ. ഇതൊരു കഷ്ടതയാണോ? ഇത് ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാരമാണോ? ഇത് ഏതെങ്കിലും തരത്തിലുള്ള വിച്ച്ക്രാഫ്റ്റ് ആണോ? അല്ലല്ല. ഈ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ എനിക്ക് അങ്ങ് ഒരു നല്ല വഴി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കാണുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ ഞാനത് പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. പിന്നെ വായിക്കുന്നു, കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുക എന്ന് ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. സംതിങ് ബൈ വാട്ട് യു നീഡ്. ഹല്ലേലൂയ. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ദൈവത്തോട് വിലയ്ക്ക് മേടിക്കേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖനം 2:12 നമുക്ക് അവിടെയും ചില കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ മുന്നോട്ട് പോകട്ടെ, സമയത്തിന്റെ പരിമിതി എന്റെ മുന്നിൽ സ്തോത്രം എന്നെ നിർബന്ധിക്കുന്നു. മൂന്നാമത്തെ നമ്മൾ പാലിക്കേണ്ട ഇൻസ്ട്രക്ഷൻസിൽ മൂന്നാമത്തെ കാര്യം, ടോളറേറ്റ് ദ ridicule and scorn of others. Tolerate the ridicule and scorn of others. മറ്റുള്ളവരിൽ നിന്ന് നാം നേരിടുന്ന നിന്ദയും പരിഹാസവും നമ്മൾ മറികടക്കേണ്ടതായിട്ടുണ്ട്, സഹിക്കേണ്ടതായിട്ടുണ്ട്. യേശുവിന്റെ പിന്നാലെ ഇറങ്ങുമ്പോൾ നിന്ദയുണ്ട്. അവന്റെ പദ്ധതികൾക്ക് വേണ്ടി നാം ഓടുമ്പോൾ
പരിഹാസം ഉണ്ടാകും. എന്തിനാണെന്നറിയാമോ? നിരുത്സാഹപ്പെടുത്താനാണ്. നാം വിജയിക്കാതിരിക്കാൻ വേണ്ടിയാണ്, നാം പരാജയപ്പെടാൻ വേണ്ടിയാണ്. എന്നാൽ പിന്നിലുള്ളതിനെ മറന്ന് മുന്നിലുള്ളതിനെ ലാക്കാക്കിക്കൊണ്ട് പരമവിളിയുടെ ഓട്ടം, അതേ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ടോടുവാൻ കർത്താവ് നമ്മളോട് ബുദ്ധി ഉപദേശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ ഒരു പോയിന്റ്, നാലാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് accept the limitations. accept the limitations. ഹല്ലേലൂയ. നമ്മുടെ പരിമിതികൾ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ലോകത്തിലുള്ള എല്ലാവർക്കും എല്ലാം ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ പരിമിതി നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 14 അതിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. എന്താണ് അവിടെ പറയുന്ന ഒരു ദൂത് ഇതാണ്: അതെ, സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. യഥാർത്ഥ വിടുതൽ ദൈവം നമ്മളിൽ പകരുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അത് വരുന്നത് അതേ കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, വടക്ക് നിന്നല്ല, തെക്ക് നിന്നല്ല, സിയോനിൽ നിന്ന് വരികയാണ്. എന്താണ് സിയോൻ? ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈ സയോൺ. സയോൺ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഇന്ന് പകൽ തിരിച്ചറിയണം, എന്റെ നിങ്ങളുടെ ഉയർച്ച ഒരുപക്ഷെ കമ്പനിയിൽ നിന്നാവില്ല, എന്റെ നിങ്ങളുടെ വിടുതൽ ഒരുപക്ഷെ സമൂഹത്തിൽ നിന്നാകില്ല, മെഡിക്കൽ സയൻസിൽ നിന്നാകില്ല, മറ്റേതെങ്കിലും സ്ട്രാറ്റജി കൊണ്ടായിരിക്കില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എന്റെ നിങ്ങളുടെ വിടുതൽ സിയോനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സിയോൻ ദൈവജനത്തിന്റെ ഹല്ലേലൂയ വിടുതലിന്റെ കേന്ദ്രമാണ്. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന സ്ഥലമാണ് സിയോൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കെതിരെ നിൽക്കുന്ന എല്ലാ വിഷ്ക്രാഫ്റ്റും കരിഞ്ഞു ചാമ്പലായി പോകുന്ന സ്ഥലമാണ് സിയോൻ. സിയോൻ ദൈവത്തിന്റെ വാസസ്ഥലമാണ്. ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഗോഡ്. അതാണ് സിയോനെ കുറിച്ച് പറയുന്നത്. അത് പ്രസൻസ് ഓഫ് ഗോഡ് ആണ്. ഹല്ലേലൂയ. 2, ആരാണ് ഇസ്രായേൽ? ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണ്. ഇസ്രായേലിന്റെ അത് വിടുതൽ ദൈവത്തിന്റെ സ്വപ്നമാണ്. ഇന്ന് പകൽ നമ്മുടെ വിടുതൽ സ്വപ്നം കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2, ആരാണ് യാക്കോബ്? ആരാണ് ഇസ്രായേൽ? യാക്കോബ് മനുഷ്യനോട് പൊരുതിയവൻ, ഇസ്രായേൽ ദൈവത്തോട് പൊരുതിയവൻ. തിരിച്ചറിയണം. യാക്കോബ് മനുഷ്യനോട് പൊരുതിയവൻ, ഇസ്രായേൽ ദൈവത്തോട് പൊരുതിയവൻ. അവിടെ ബൈബിൾ ഇങ്ങനെ വായിക്കുന്നു: the one who fought with God and man and prevailed. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തോടും മനുഷ്യരോടും പോരാടി ജയിച്ചവൻ. ഇന്ന് രാത്രി ആ പോരാട്ടം നമുക്കുമുണ്ട്. എന്താണ് ആ പോരാട്ടം? വിജയത്തിന്റെ പൂർണ്ണ രൂപത്തിലുള്ള രഹസ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ദൈവം ഇസ്രായേൽ രക്ഷ നൽകുമ്പോൾ യാക്കോബ് സന്തോഷിക്കണം, ഇസ്രായേൽ ആനന്ദിക്കണം. 2 നിലകളിലുള്ള വിടുതലുകൾ നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. ഒന്ന്, ഫിസിക്കലി ചില വിടുതലുകൾ നമുക്ക് ആവശ്യം. 2, സ്പിരിച്വലി ചില വിടുതലുകൾ നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. യാക്കോബ് സന്തോഷിക്കാനും ഇസ്രായേൽ ആനന്ദിക്കാനും മുഖാന്തരമായ വിടുതലിനെ കുറിച്ച് പറഞ്ഞ് 2 വാക്കുകൾ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. യാക്കോബ് പൊരുതിയത് മനുഷ്യരോടാണ്, ഇസ്രായേൽ പൊരുതിയത് ദൈവത്തോടാണ്. ഉൽപ്പത്തി പുസ്തകം 32:28 കാണുന്നു, ദൂതൻ പറയുകയാണ്, നീ മനുഷ്യരോടും ദൈവത്തോടും പൊരുതി മല്ല് പിടിച്ചത് കൊണ്ട് ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇനി നിന്റെ പേർ ഇസ്രായേൽ എന്നാകും. യാക്കോബ് ഫൈറ്റ് ചെയ്തത് സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. യാക്കോബ് പൊരുതിയത് ആത്മീയതയ്ക്ക് വേണ്ടിയാണ്. അത് മനുഷ്യരോടാണ്. ജ്യേഷ്ഠാവകാശം തന്റെ സഹോദരനായ ഏശാവിൽ നിന്ന് സ്വന്തമാക്കുന്നതിന് വേണ്ടി പൊരുതിയവനാണ് യാക്കോബ്. അതായത് ഒരാത്മിക പോരാട്ടം നമുക്കുണ്ട്. അത് ജഡരക്തങ്ങളോടല്ല, പക്ഷെ അത് ഈ ലോകത്തിന് അന്ധകാര ശക്തികളോടും ദുഷ്ടാത്മ സേനകളോടും സ്വർലോകങ്ങളിലെ അതേ അധികാരങ്ങളോടുമാണെങ്കിൽ, അപ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കുക, ആത്മീയത നേടിയെടുക്കേണ്ടത് ഈ സമൂഹത്തിൽ നിന്നാണ്. ആത്മീയത നേടിയെടുക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നാണ്. അതാണ് നമ്മളെ വെല്ലുവിളിക്കുന്നത്. നമ്മളെ ആത്മീയരാക്കാതെ, നമ്മളെ പ്രാർത്ഥിക്കുന്നവരാക്കാതെ, ഉപവസിക്കാൻ അനുവദിക്കാതെ, ദൈവിക വിടുതലുകൾ നമുക്ക് ലഭിക്കണമെന്ന് അതെ ഒരിക്കലും വിട്ടുതരാതെ നമ്മളോട് പൊരുതുന്ന ലൗകിക ശക്തികളോട് നമ്മൾ പൊരുതണം. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് മനുഷ്യരോട് പൊരുതി, ലോകത്തോട് പൊരുതി. മനുഷ്യരോടെന്ന് പറഞ്ഞാൽ ലോകത്തോട് എന്ന ഒരു ചിന്ത വേണം മുന്നോട്ട് വെക്കാനായിട്ട്. യാക്കോബ്
തട്ടിയെടുത്തത് അല്ലെങ്കിൽ നേടിയെടുത്തത് ബർത്ത് റൈറ്റ് ആണ്. ബർത്ത് റൈറ്റ് അതൊരു സ്പിരിച്വൽ തിങ്സ് ആണ്. ആത്മീയതയ്ക്ക് വേണ്ടി യാക്കോബ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്തില്ല. അതിനുവേണ്ടി നഷ്ടം സഹിക്കാൻ, കഷ്ടം സഹിക്കാൻ, വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ, അതിനുവേണ്ടി എത്ര ദൂരവും ഓടുവാൻ യാക്കോബ് തയ്യാറായിരുന്നു. നോക്കൂ, ബർത്ത് റൈറ്റ് കിട്ടിയ ശേഷം ഈ യാക്കോബ് അപ്പന്റെ ഭവനം വിട്ട് ഓടുന്നത് കാണാം. ഓട്ടത്തിനിടയിൽ അതേ സ്വതന്ത്രം ബേഥേലിൽ തലയണയായി വെച്ച കല്ലിൽ കിടന്നുറങ്ങുന്നത് കാണാൻ സാധിക്കും. അവിടെയും യാക്കോബിനെ ദൈവം വിട്ടില്ല. ദൈവം അതേ ഗോവേണിയിലൂടെ കയറി ഇറങ്ങി ആ യാക്കോബിന് വേണ്ടി അതേ സ്വതന്ത്രം ചില പദ്ധതികൾ തയ്യാറാക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാക്കോബ് ആത്മീയതയ്ക്ക് വേണ്ടി മനുഷ്യരോട് പൊരുതി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മുമ്പിൽ അതേ നമ്മൾ നിരത്തുന്ന അതേ ചലഞ്ചസ് ആയിരിക്കണം നമ്മുടെ ആത്മീയത. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ ആത്മീയത മനുഷ്യൻ അംഗീകരിക്കുന്നതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ക്രൂശിക്കുമ്പോൾ അവിടുത്തെ പടയാളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനെ കുറിച്ച്, യെശയ്യാവിനെ അല്ലെങ്കിൽ ഏലീശയെ കുറിച്ചും വായിക്കുന്ന ഇതുവഴി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ ദൈവത്തിന്റെ അതേ സ്വതന്ത്രം പ്രവാചകൻ എന്ന് ഞാൻ അറിയുന്നു എന്നാണ് വായിച്ചത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിൽ ശമരിയ സ്ത്രീയോട് വെള്ളം ചോദിക്കുവാനായിട്ട് കടന്നു വന്ന യേശുവിനെ കുറിച്ച് ആ സ്ത്രീക്ക് ഒരു വെളിപ്പാടുണ്ടായി, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയത അംഗീകരിക്കത്തക്ക നിലകളിൽ നിരത്തേണ്ടത് പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ മുമ്പിലാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വെല്ലുവിളികളെയും സാമൂഹിക വെല്ലുവിളികളെയും ഇവിടുത്തെ രാഷ്ട്രീയ വെല്ലുവിളികളെയും മറികടന്ന് നമ്മൾ നമ്മുടെ ആത്മീയത നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥന ജീവിതത്തിന് സമൂഹം സമ്മതിക്കുകയില്ല, ആത്മീയ ജീവിതത്തിന് കമ്പനി സമ്മതിക്കുകയില്ല, നമ്മുടെ ഹല്ലേലൂയ ദൈവികമായ വളർച്ചയ്ക്ക് ലോകം അനുവദിക്കുകയില്ല. പക്ഷെ വെല്ലുവിളികൾ ഏറ്റെടുക്കണം, അതിന്റെ മുമ്പിൽ നിരത്തണം. ഇല്ലല്ല, ഞാൻ ഒരിക്കലും എനിക്ക് അനുവദിക്കപ്പെട്ട ആത്മീയത ഞാൻ വിട്ടു തരില്ല, ഞാൻ അത് യുദ്ധം ചെയ്ത്, ഞാൻ അത് ഫൈറ്റ് ചെയ്ത് ഞാൻ സ്വന്തമാക്കും. ഹല്ലേലൂയ. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ അത് സ്വന്തമാക്കും എന്ന് പറയാനുള്ള ഒരു വലിയ പ്രൈസ് വെല്ലുവിളി യാക്കോബിനെ പോലെ നമ്മൾ നേടിയെടുക്കണം. ആത്മീയതയ്ക്ക് വേണ്ടി യാക്കോബ് തന്റെ കുടുംബത്തെ അല്ലെങ്കിൽ തന്റെ മനുഷ്യരോടും മനുഷ്യത്വത്തിനു വേണ്ടി ഇസ്രായേൽ ദൈവത്തോടും പൊരുതി. ദൈവത്തോടുള്ള മൽപ്പിടുത്തം പ്രധാനമായും കാണുന്നത് യാക്കോബിന്റെ സഹോദരനായ ഏശാവുമായിട്ടുള്ള മുറിവറ്റ അല്ലെങ്കിൽ വേർപെട്ട ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. ഏശാവിന്റെ അകത്ത് നുരഞ്ഞു പൊങ്ങുന്ന പകയും യാക്കോബിന് നഷ്ടപ്പെട്ട തന്റെ സഹോദര ബന്ധവും പുനഃസ്ഥാപിക്കപ്പെടുവാൻ യാബോക്ക് കടവിന്റെ തീരത്ത് ഒറ്റപ്പെട്ട് ഏകനായി നിന്നുകൊണ്ട് ദൈവത്തോട് മല്ല് പിടിച്ച യാക്കോബിനെ കാണുമ്പോൾ എന്തെന്നറിയാമോ, തനിക്ക് നഷ്ടപ്പെട്ട തന്റെ മാനുഷികമായ നിലകളിലെ തന്റെ സഹോദര ബന്ധം, ഏശാവുമായിട്ടുള്ള ബന്ധം പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. യഥാർത്ഥ അനുഗ്രഹം എന്താണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. അതെ, ഞാൻ നിന്റെ മകനാണ്, ഞാൻ നിന്റെ ഹല്ലേലൂയ ദാസനാണ്, ഞാൻ നിന്റെ നാമം ചുമക്കുന്നവനാണ് എന്ന് ലോകം അറിയണം. അതുകൊണ്ട് ഹല്ലേലൂയ എന്നിലുള്ള സാഹോദര്യം, എന്നിലുള്ള മനുഷ്യത്വം, എന്നിലുള്ള സഹോദര ബന്ധം, എന്നിലുള്ള മനസ്സലിവ്, എന്നിലുള്ള കരുണ, എന്നിലുള്ള സ്നേഹം ലോകം അറിയുവാൻ നീ എന്നെ അനുഗ്രഹിച്ചേ മതിയാകുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. യാക്കോബ് ആത്മീയതയ്ക്ക് വേണ്ടി മനുഷ്യരോടും, ഇസ്രായേൽ മനുഷ്യത്വത്തിന് വേണ്ടി അഥവാ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി ദൈവത്തോടും പൊരുതി. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു വൈരുദ്ധ്യം തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് ഒരുപക്ഷെ തോന്നിപ്പോകുന്നു. എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ആത്മീയതയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്നത് ദൈവത്തെയും മനുഷ്യത്വത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യനെയുമാണ്. നേരെ തിരിച്ചാണ് വേണ്ടത്. മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ ആത്മീയതയും ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ മനുഷ്യത്വവും നിരത്തണം. ദൈവം അംഗീകരിക്കുന്ന ഒരു മനോഭാവം, ഒരു മനുഷ്യത്വം നമുക്ക് ആവശ്യമാണ്. മനസാക്ഷി ആവശ്യമാണ്. മനുഷ്യത്വം മീൻസ് മനസാക്ഷി ആവശ്യമാണ്. ലോകം അംഗീകരിക്കുന്ന ഒരു ആത്മീയതയും നമുക്ക് ആവശ്യമാണ്. ചിലർ പറയാറുണ്ട്, എന്നെ ദൈവം മാത്രം അറിഞ്ഞാൽ മതിയെന്ന്. ഒരിക്കലുമല്ല. കർത്താവിന്റെ വളർച്ചയെക്കുറിച്ച് വായിക്കുമ്പോൾ അവൻ മനുഷ്യർക്കും ദൈവത്തിനും പ്രീതിയുള്ളവനായി വളർന്നു എന്നാണ് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, എന്നാൽ അവൻ ദൈവത്തോടു കൂടെ നടന്നു എന്നും ആ എടുക്കപ്പെടുന്നതിന് മുൻപ് സാക്ഷ്യം ലഭിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങൾ വെല്ലുവിളിയായി നിൽക്കുകയാണ്. നമ്മുടെ ആത്മീയത ഒരു വെല്ലുവിളിയാണ്. നമ്മുടെ മനസാക്ഷിയുടെ മനുഷ്യത്വം ഒരു വെല്ലുവിളിയാണ്. മനുഷ്യന്റെ മുമ്പിൽ നമ്മുടെ ആത്മീയത പലപ്പോഴും വില പോകുന്നില്ല.
ദൈവത്തിന്റെ മുന്നിൽ നമ്മുടെ മനസാക്ഷി വിലപ്പോകുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ദൈവത്തിന്റെ മുന്നിൽ പൗലോസ് പറഞ്ഞതുപോലെ, പ്രിയമുള്ളവരെ, ഞാൻ ഇന്നേ ദിവസം വരെ ദൈവത്തിന് മുൻപാകെ, മനുഷ്യന്റെ മുൻപാകെ നല്ല മനസാക്ഷിയോടുകൂടെ നടന്നിരിക്കുന്നു. കുറ്റമറ്റ മനസാക്ഷി സൂക്ഷിക്കുവാൻ ദൈവത്തെ ഫോക്കസ് ചെയ്യണം. അതെ, സ്തോത്രം, ഹല്ലേലൂയ. അപവാദം പറയാത്ത ആത്മീയതയ്ക്ക് വേണ്ടി നമ്മൾ മനുഷ്യന്റെ നടുവിൽ മാതൃകയായി ജീവിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ യാക്കോബിനെ സന്തോഷത്തിലേക്കും ഇസ്രായേലിനെ ആനന്ദത്തിലേക്കും കൊണ്ടുവന്നതുപോലെ മാനുഷിക നിലയിൽ മനസാക്ഷിപരമായും ആത്മീക നിലയിൽ നമ്മുടെ ക്രിസ്തീയപരമായ വിടുതലും നൽകി നമ്മെ സന്തോഷത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് മതിയായവനാണ്. ഇന്ന് ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. ആദ്യം വായിച്ച വാക്യത്തിലേക്ക് തിരിച്ചു വന്ന് ഞാൻ എന്റെ സന്ദേശം കൺക്ലൂഡ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നമ്മളിപ്പോൾ ലോകത്തിന്റെ ചതികളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനാകാത്ത വിധത്തിൽ നമ്മൾ തിരക്കിലായിരിക്കുന്നു. ഹല്ലേലൂയ. ചിത്രകാരന്റെ ഭാവനയിൽ നാം കേട്ടതുപോലെ നമ്മൾ നിലവറകളുടെ അതേ തിരക്കിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ മുട്ടുന്ന സ്വരം എന്നെ നിങ്ങളെ വിടുവിക്കുവാൻ, എന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, എനിക്ക് നിങ്ങൾക്കും ഹല്ലേലൂയ അത്ഭുതങ്ങൾ കാണത്തക്ക നിലകളിൽ നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ, നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ, നമ്മുടെ ബുദ്ധിയെ തുറക്കുവാൻ മുട്ടുന്ന ദൈവത്തിന്റെ ശബ്ദം പുറത്ത്, ഹല്ലേലൂയ, മുട്ടുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ പോകരുതേ. അതിന് തടസ്സമായി നിൽക്കുന്ന രണ്ട് വെല്ലുവിളികൾ: ഒന്ന്, നമ്മൾ പുറത്തു വരണം; രണ്ട്, നമ്മൾ അകത്ത് കയറണം. എവിടുന്ന് പുറത്തു വരണം? ലോകത്തിന്റെ ചതികളിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ലോകത്തിന്റെ സ്വാധീനങ്ങളിൽ നമ്മൾ പുറത്തു വരണം. എവിടേക്ക് നമ്മൾ കയറണം? അത് ദൈവത്തിന്റെ പദ്ധതികളിലേക്കും പെട്ടകത്തിലേക്കും കയറണം. ഒടുവിൽ അത് നോഹയും തന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചതുപോലെ ഞാനും നിങ്ങളും രക്ഷ പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരും. ഈ ലോകം ന്യായവിധിയാൽ മുങ്ങിച്ചാകുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശിക്ഷണത്തിൽ, ശിക്ഷാവിധിയിൽ അകപ്പെടുമ്പോൾ നമ്മൾ അവന്റെ തേജസ്സിൽ ആനന്ദിച്ചുല്ലസിക്കാൻ ഇടവരികയാണ്. കരങ്ങൾ ഉയർത്തി പറയാം, അതെ, ഞാൻ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലേക്കല്ല, ജീവരക്ഷ പ്രാപിക്കുന്ന ഹല്ലേലൂയ നീതിമാന്മാരുടെ കൂട്ടത്തിലെത്രേ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. എന്റെ മുന്നിലെ വെല്ലുവിളി, എനിക്ക് ചിലതിൽ നിന്ന് പുറത്തു വരാനുണ്ട്. എന്റെ മുന്നിലെ വെല്ലുവിളി, എനിക്ക് അകത്ത് കയറാനുണ്ട്. രണ്ടിന്റെ നടുവിൽ ഞാൻ ഒരു വഴിയറിയാത്ത ഒരു പതികനെ പോലെ ആയിരിക്കുകയാണ്. ഇന്ന് ദൈവം എന്നെ ചിലതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഇന്ന് ദൈവം എന്നെ ചിലതിലേക്ക് എന്നെ അകത്ത് കയറ്റാൻ പോവുകയാണ്. അവന്റെ മാധുര്യമായ ശബ്ദം, അവന്റെ വിടുതലിന്റെ ശബ്ദം, അവന്റെ അത്ഭുതങ്ങളുടെ ശബ്ദം, അത് ഞാൻ കേൾക്കും, ഞാൻ സ്വീകരിക്കും. എന്റെ ജീവിതം ഒരത്ഭുതമായി മാറും. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമ്മുടെ ഹല്ലേലൂയ തലകളെ ഉണക്കി ദൈവത്തിന്റെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നാം പുറത്തു വരേണ്ടതായിട്ടുണ്ട്, നമ്മൾ അകത്ത് കയറേണ്ടതായിട്ടുണ്ട്. യാക്കോബിനെ പോലെ ആത്മീയതയിലും ഇസ്രായേലിനെ പോലെ സാഹോദര്യ ബന്ധത്തിലും നമുക്കൊരു സന്തോഷം, വിജയം അനിവാര്യമാണ്. വെല്ലുവിളികൾ ഉയരട്ടെ, ഹല്ലേലൂയ, ആക്രോശങ്ങൾ ഉയരട്ടെ, പ്രൈസ്, പരിഹാസങ്ങൾ ഉയരട്ടെ. ഇന്ന് ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ നമ്മൾ അതിനെ സർവൈവ് ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ അടച്ച് ഒരു നിമിഷം. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരികയാണ്. തിരുവെഴുത്തുകൾ നൽകുന്ന അത്ഭുതങ്ങൾ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങളെ ഹല്ലേലൂയ വഴിതെറ്റിച്ച എല്ലാ ചതികളിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഞങ്ങൾ ചിലതിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നല്ലോ, ഞങ്ങളെ പുറത്ത് കൊണ്ടുവരണമേ. യോസഫിനെയും ദാനിയേലിനെയും അതേ എബ്രഹാമിനെയും പുറത്തു കൊണ്ടുവന്നതുപോലെ ഞങ്ങളെ പുറത്ത് കൊണ്ടുവരണമേ. ഹല്ലേലൂയ. നോഹ പെട്ടകത്തിൽ കയറിയതുപോലെ ഞങ്ങളെ നിന്റെ പദ്ധതികൾക്കകത്തേക്ക് കയറ്റണമേ കർത്താവേ. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളുടെ ജീവിതം അത്ഭുതമാക്കുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സിറക്ക് സഭയോടുള്ള കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ദൈവജനത്തിനായി സ്തോത്രം. വിടുതൽ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്റെ ജനത്തിനായി സ്തോത്രം. പ്രിയ സിസ്റ്റർ ലിസാനി സിസ്റ്റർക്കായി സ്തോത്രം. അത്ഭുതങ്ങൾ ആ കുടുംബത്തിൽ, ആ വ്യക്തിയിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ടോണി ബ്രദറിനകത്ത് കുടുംബ ആ വ്യക്തിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. തോമസ് ബാബു പാസ്റ്ററിന്റെ ഭവനത്തിന് ശുശ്രൂഷകളിൽ അത്ഭുതം സംഭവിക്കട്ടെ. സെറക്കസ് ഫാമിലിക്കകത്ത്, ഹല്ലേലൂയ, ജോണങ്ങളുടെ കുടുംബത്തിനകത്ത്, ശുശ്രൂഷകൾക്കകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ ജോയിൻ ചെയ്യുന്ന സാലി, ജോൺ എന്ന സ്ക്രീനിൽ കാണുന്ന ആ കുടുംബത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മറ്റു പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അടിയങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിക്കണം. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു, യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ.